ഇനി ആ മയ്യത്തിന്റെ ശേഷം നമ്മളെ വീട്ടിൽ നടക്കുന്ന എന്തായിരിക്കും? നിങ്ങൾ വരുന്ന രണ്ടാമത്തെ ദിവസം മരിച്ച് നമ്മളെ വീട്ടിക്ക് വന്നു നോക്കുമ്പം ആ വീട് പുറമെ ഹാപ്പിയ, അകത്ത് സങ്കടം ഉണ്ടെങ്കിലും പെണ്ണുങ്ങളെ എഴുന്നേറ്റിട്ടില്ല, ഭാര്യ സങ്കടം തീർന്നിട്ടില്ല. പെൺകുട്ടികളൊക്കെ മക്കളെ വിചാരിച്ചിട്ട് അടുക്കളയിൽ ചെന്ന് അയൽവാസികൾ ഉണ്ടാക്കിയതൊക്കെ അവനാന്റെ മക്കൾക്ക് വിളമ്പിക്കൊടുക്കുന്നുണ്ട്. ആൺമക്കളൊക്കെ സൈഡിലുണ്ട്. മരിച്ചത് ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഉണ്ടാകും വീട്ടിന്റെ മുറ്റത്തൊരു കസേരയിൽ തോർത്തുമുണ്ട് തോളിലിട്ട് ഇടക്കിടക്കൊന്ന് കണ്ണീരും തുടച്ച് അവിടെ ഇരിക്കുന്നുണ്ടാകും. മക്കളെയും കൈ പിടിച്ച് സലാം പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് കിട്ടാനുള്ള ചായയും കുടിച്ച് പിന്നെ മൂലക്ക് ചെന്നിരുന്ന് ചർച്ച തുടങ്ങും. എന്ത്? മരിച്ചോന്റെ കബറിനെ പറ്റിയിട്ടല്ല, ഇന്നലെ പറഞ്ഞ രാഷ്ട്രീയക്കാരന്റെ നെറികേട്, കുടുംബത്തിലുണ്ടായ കഥകള്, ഒളിച്ചോട്ടം, സിനിമാ കഥകള്, നാട്ടിലെ കളീന്റെ കഥകള് കേട്ടിട്ടില്ലേ? മരിച്ച വീട്ടിൽ താറപ്പായന്റെ ചുവട്ടിലിരുന്നിട്ട് മരിച്ചോന്റെ കബറെങ്ങനെ എന്ന് ചിന്തിക്കാനല്ല കുടുംബക്കാർക്കും നാട്ടുകാർക്കും താല്പര്യം. നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. മരിച്ചോന്റെ കുടുംബത്തിലേക്ക് പിന്നെ 2-3 ദിവസം പോകുന്ന ആരാ മരിച്ചോന്റെ കബറ് ചിന്തിക്കാറുള്ളത്? മരിച്ചോൻ ഉപേക്ഷിച്ചു പോയ പെണ്ണിനെ ആശ്വസിപ്പിക്കാനും കുടുംബത്തിനെ പറ്റി ചിന്തിക്കാനും അതിനു നേരല്ലാത്തോൻ ആ പന്തലിന്റെ താഴെ ഇരുന്നിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ചിരിച്ച് കളിച്ച് എഴുന്നേറ്റ് പോകും. മൂന്നാമത്തെ വൈകുന്നേരം അസറിന് പിരിയലാന്നാ പറയാ. ആ പിരിയാൻ നേരത്ത് നാട്ടുകാരൊക്കെ വന്ന് ചായയും കുടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാര് കരഞ്ഞു മതിയാവാത്ത ഭാര്യന്റെ അരികിൽ ചെന്നിട്ട് പറയും, സുലൈഖ ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ 3 ദിവസമായോളെ, ഞങ്ങൾ പോവുക, വീടൊക്കെ അടച്ചിട്ടതാ, മക്കളെ മദ്രസയൊക്കെ മുടങ്ങിയതാ, സ്കൂളിലും പോയിട്ടില്ല, എത്രാന്ന് വെച്ചാ വെറുതെ ഇങ്ങനെ ഇവിടെ നിൽക്കുക, ഞങ്ങൾ ഇടക്കിടക്ക് വരാം. ഓരോ കുടുംബക്കാരും സലാം പറഞ്ഞ് പിരിയാൻ തുടങ്ങും. വാടകക്കെടുത്ത സാധനങ്ങൾ അയക്കാൻ വേണ്ടി നാട്ടുകാരൻ വരും. 5 താറപ്പായം വലിച്ചു മടക്കി കസേരയും കയറ്റി ഓന്റെ ഗുഡ്സ് വണ്ടി തിരിച്ചു പോകും. അതിനുള്ള പൈസ ആ കുടുംബത്തിലെ മക്കളോട് വാങ്ങും. അല്ലെ പള്ളി കമ്മിറ്റിന്റെ വകയാണെങ്കിൽ അത് തിരിച്ചുണ്ടോയി പള്ളിയിൽ വെക്കും. അടുത്തൊരു മയ്യത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് കെട്ടാൻ ആ താറപ്പായകൾ കാത്തിരിക്കും. മൂന്നാമത്തെ വൈകുന്നേരം കുടുംബം കാലിയാകുമ്പം പിന്നെ ആ വീട്ടില് ഭാര്യ, മക്കള് ഇവരെന്നെ ഉണ്ടാവും. ഒരാഴ്ചയോടും കഴിഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ചെയ്യും. ഓഫാക്കിയ പല സ്വിച്ചുകൾ ഓണാക്കും. പല സങ്കടങ്ങളും അവർ വീർപ്പുമുട്ടി മറക്കും. വാപ്പല്ലെങ്കിലും മക്കൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും. അയാളില്ലാതെ ഒരു രാത്രി പോലും എനിക്ക് പറ്റൂല എന്ന് ചിന്തിച്ച പിയ്യാപ്ല, അവളില്ലാതെ ചിന്തിച്ച പിയ്യാപ്ല സാധാരണ മനസ്സിലേക്കെത്തും. ഇനിയൊരു കൊല്ലം കൂടി കഴിഞ്ഞാലോ, പടച്ചോനെ നിങ്ങൾ ഇന്നെ കൊണ്ടോയില്ലല്ലോ, ഇന്നെ കൂടി മരിപ്പിക്കണേ റബ്ബേ എന്ന് മരിച്ച ഭർത്താവിന്റെ മുഖം നോക്കി കരഞ്ഞ ഭാര്യയും, ഓളില്ലാതെ എന്നെ കൊണ്ട് പറ്റൂലട്ടോ എന്ന് കണ്ണീരോടെ പറഞ്ഞ ഭർത്താവിനും അതേ ബെഡിൽ അതേ വീട്ടിൽ പുതിയൊരു ഭർത്താവും ഭാര്യ ഉണ്ടാകും. ഒരു കൊല്ലം തികയുന്നതിൻ്റെ ഇടക്ക്. അത്രയുള്ളൂ മനുഷ്യരെ ഞാനും നിങ്ങളൊക്കെ ദുനിയാവില്. ആ ദുനിയാവിൽ പടച്ചറബ് നീട്ടിത്തരുന്ന ആയുസിന്റെ ഫലം കൊണ്ട് മാത്രം ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ ഒരു യാത്ര കബറിലേക്ക് ഏത് സെക്കൻഡും ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പം അള്ളാഹുവിന്റെ മുൻപിൽ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ എന്തുണ്ടിൻ്റെ നിങ്ങളെയും കയ്യിൽ? ഒരു നല്ല വിശ്വാസം, ഒരു നല്ല കുടുംബം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല സ്വഭാവം. ഇതിലേതിന്റെ ചോദ്യത്തിനാ അള്ളാഹിനോട് നമ്മൾ സമാധാനത്തോടെ മറുപടി പറയാ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ണീരോടെ ചോദിച്ചൊരു ചോദ്യം അതാ. എന്റെ റബ്ബ് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനാ എനിക്കുത്തരം നഷ്ടപ്പെട്ടു പോകും എന്ന ചിന്ത എന്നെ വെപ്രാളപ്പെടുത്തുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അള്ളാന്റെ ഏത് ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടാതായി പോവാന്ന്? ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ബഖീഉൽ അർഖദിൽ കൊണ്ടുവച്ച് മറമാടി. എന്നിട്ട് മദീനത്തെ പള്ളിയിൽ വന്നിരിക്കുന്ന റസൂലുള്ളാന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. സഹാബാക്കൾ ചോദിച്ചു, റസൂലേ എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ സ്വഹാബിയുടെ മരണം ആലോചിച്ചിട്ടാണോ? റസൂലുള്ള പറഞ്ഞു, അല്ല. പിന്നെന്തിനാ നബിയെ നിങ്ങൾ കരഞ്ഞ്? ആ ഖബർ പറമ്പിലേക്ക് വിരൽ ചൂണ്ടി ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത്തഖൂ അദാബൽ ഖബർ. നിങ്ങൾ ആ ഖബറിനെ ഭയപ്പെടണം, നിങ്ങൾ ആ ഖബറിനെ സൂക്ഷിക്കണം. ഒരാളും തുണയില്ലാത്ത, ഒരാളും സപ്പോർട്ട് ചെയ്യാത്ത, ഒരാളും ആശ്വാസത്തിന്റെ വാക്ക് പറയാത്ത, സർവരും സ്വന്തം കാര്യം മാത്രം നോക്കി ഓടുന്ന ആ ഖബർ എന്ന ലോകത്തെ നിങ്ങൾ ഭയപ്പെടണേ ഉമ്മത്തെ. ആ ഖബറിലും പടച്ചോന്റെ മഹിശറയിലും നമ്മൾ ഏറ്റവും കൂടുതൽ തോറ്റുപോകുന്ന ഒരു ചോദ്യം ഏത് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതവരുടെ കുടുംബമായിരിക്കും. കുടുംബത്തിന്റെ ചോദ്യത്തിലായിരിക്കും എൻ്റെ ഉമ്മത്ത് കൂടുതലും തോറ്റുപോകുക. എൻ്റെ ഉമ്മത്ത് നമസ്കാരം ക്ലിയറാക്കും, അവര് നോമ്പ് നോൽക്കും, അവര് സക്കാത്ത് കൊടുക്കും, അവര് ഹജ്ജ് ചെയ്യും. പക്ഷേ അവരുടെ കുടുംബത്തിൽ
ആ കുടുംബം പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ അവകാശികളാക്കുന്നതിൽ അവർ പരാജയപ്പെടും. ആ വാക്ക് അർത്ഥവത്താക്കുന്ന രീതിയിലാ ഇന്ന് നമ്മളിൽ പലരുടെയും ജീവിതം. നാട്ടിലെ പള്ളിയിൽ ഒന്നാമത്തെ റിഫിലാക്കാക്കണ്ട്, പക്ഷെ കുടുംബക്കാരേറ്റ് പണക്കില്ല. നാട്ടിലെ ഏത് ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ മുൻപിലും നാട്ടിലെ ഖുർആൻ ക്ലാസ്സിനും ആ താത്തണ്ട്, പക്ഷേ മോൻ കെട്ടിയ വീട്ടുകാരിയായിട്ട് പണക്കില്ല. നിസ്കാരവും നോമ്പും ഒക്കെ എല്ലാവർക്കും ക്ലിയറാ, ഹജ്ജും ഉംറക്കും ഒക്കെ എല്ലാവരും പരക്കം പായുന്നുണ്ട്. പക്ഷേ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും ആ ബന്ധങ്ങളുടെ അലോഗ്യവും ഇന്ന് പല കുടുംബത്തിലും സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നൽകുന്ന ഓരോ ബന്ധങ്ങളുടെ പവിത്രത പോലും തിരിച്ചറിയാനാവാതെ വാപ്പാനെയും ഉമ്മാനെയും വെറുക്കുന്ന മക്കൾ ഒരു ഭാഗത്ത്, മക്കളിൽ വേർതിരിവ് കാണിക്കുന്ന മാതാപിതാക്കൾ മറുഭാഗത്ത്, കെട്ടിയ പെണ്ണിനെ അടിമയായി കാണുന്ന ഭർത്താക്കന്മാരൊരു ഭാഗത്ത്, ജീവിതം കുടുംബം കൊണ്ടടക്കാൻ വേണ്ടി ജീവനു തുല്യം കുടുംബത്തെ സ്നേഹിച്ചത് ഒരു കഴുതയെ പോലെ ഭാരം വഹിക്കുന്ന കെട്ടിയോനെ മറന്ന് കൊട്ടേഷൻ കൊടുത്ത് അവിഹിതം ഉണ്ടാക്കുന്ന ഭാര്യമാര് മറുഭാഗത്ത്, ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി നെഞ്ചുപൊട്ടി ജീവിച്ചിട്ടും അവസാനം വൃദ്ധസദനങ്ങളിലേക്കും നോക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്കും തള്ളപ്പെടുന്ന കുടുംബങ്ങൾ. ഒരയൽപ്പക്ക ബന്ധങ്ങൾ പോലും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പലരെ കൊണ്ടും സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്നതാ ഓരോ ബന്ധങ്ങളും. ഞാൻ ഏത് കുടുംബത്തിൽ ജനിക്കണമെന്ന് എൻ്റെ റബ്ബ് തീരുമാനിച്ചതാ. അതെന്റെ പവർ നോക്കിയിട്ടല്ല. അള്ളാഹു തന്നെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്. ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു സെക്കൻഡിൽ ഖത്തർ എന്ന മഹാരാജ്യം ലോകത്താകമാനം വിശദീകരിച്ചൊരു വചനം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ജനങ്ങളെ, അള്ളാഹു നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും മാത്രമാ സൃഷ്ടിച്ചത്. പണക്കാരന് രണ്ടു വാപ്പയും പാവപ്പെട്ടവൻ ഒരു വാപ്പയും എന്ന അർത്ഥത്തിലല്ല, കറുത്തവൻ ഒരു വാപ്പയും വെളുത്തവന് രണ്ട് വാപ്പയും എന്ന അർത്ഥത്തിലല്ല. കറുത്തവനാവട്ടെ വെളുത്തവനാവട്ടെ, ദാരിദ്ര്യമുള്ളവനാവട്ടെ പണക്കാരനാവട്ടെ, എല്ലാവർക്കും ഒരു വാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ. അതുകൊണ്ട് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു. പക്ഷേ സൃഷ്ടിച്ചത് വ്യത്യസ്ത കുടുംബത്തിലായി പോയി എന്ന് മാത്രം. പൊരവലുപ്പമുള്ള കുടുംബത്തിൽ ഒരുത്തനും പൊരവലുപ്പമില്ലാത്ത മറ്റൊരു കുടുംബത്തിൽ മറ്റൊരുത്തനും, കറുത്തവനായിട്ടൊരുത്തനും വെളുത്തവനായിട്ടൊരുത്തനും. എന്തിന്? അള്ളാന്റെ അനീതിയല്ല, മറിച്ച് വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു. വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും പടച്ച റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചത് പണക്കാരൊക്കെ പണത്തിന്റെ ഹുങ്ക് കാണിച്ച് ജീവിക്കാനും പാവപ്പെട്ടവനൊക്കെ പണക്കാരന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കാനും എന്ന അർത്ഥത്തിൽ ചിന്തിക്കല്ലേ. മറിച്ച് അള്ളാഹു അങ്ങനെയാക്കാനുള്ള കാരണം ലിതആറഫു, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ, അറിയാൻ, തിരിച്ചറിവോടെ പെരുമാറാൻ. അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ സൗഭാഗ്യം കിട്ടിയതെന്ന് ചിന്തിക്കാൻ, എന്റെ തൊലി വെളുത്തതും അവന്റെ തൊലി കറുപ്പിച്ചതും റബ്ബാണെന്ന് ബോധ്യപ്പെടാൻ, എന്നെ വാപ്പാന്റെ മകനാക്കിയതും അല്ലെങ്കിൽ റോഡ് സൈഡിൽ കൽപ്പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ മക്കളാക്കിയതും റബ്ബാണെന്ന് ബോധ്യപ്പെടാൻ, അവനവന്റെ ഉമ്മാനെ അല്ലെങ്കിൽ ആ ഭർത്താവ് ബന്ധപ്പെട്ടതുപോലെ എന്റെ വാപ്പയും ഉമ്മയും ബന്ധപ്പെട്ടിട്ട് തന്നെയാ ഞാൻ ഉണ്ടായതെന്ന് ചിന്തിക്കാൻ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. അവരിൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവർ അള്ളാഹ് നൽകുന്ന ബന്ധങ്ങളെ അതിന്റെ പവിത്രതയോടുകൂടി സ്നേഹിച്ചു കൊണ്ടടക്കുന്നവരാ.